യുഎഫ ക്രിസ്ത്യാനോ ലീഗ്. അതങ്ങനെ തന്നെ നിൽക്കണം. കാറ്റലോണിയൻ ലവിനെ കുറിച്ച് പറയാനായിട്ട് ഞാനൊന്നും പറ്റില്ല. FA കപ്പ് യുണൈറ്റഡ് തോറ്റിട്ട് അനാഗിനെ പുറത്താക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണേന്ന്. തുടങ്ങാം. അഡിയോസ് അമീഗോസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. സൂപ്പർ പറഞ്ഞോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെന്തായാലും ആവട്ടെ. വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് ഫ്രോം എക്സ്കാസ്റ്റ്. താങ്ക് യു. സോ ഇന്ന് നമുക്ക് പറയാനായിട്ട് കുറച്ചധികം ടോപ്പിക്കുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, സെക്കൻഡ്ലി IPL ചാമ്പ്യൻസ്, ഓവറോൾ IPL, തേർഡ്ലി വീക്ക്ലി അപ്ഡേറ്റ്സ്. സോ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നിന്ന് തുടങ്ങണോ അതോ IPL ഫൈനലിൽ നിന്ന് തുടങ്ങണോ? ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് തുടങ്ങാം. As all of you know, I am a Real Madrid fan. I am a Hala Madrid supporter. So ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. മക്കളെ രണ്ടുപേരും ഡിബേറ്റ് ചെയ്തു. ഇപ്പൊ ലോകത്തുള്ള 90% പേരും മറ്റേ സിറ്റി, യുണൈറ്റഡ്, ബാഴ്സ, PSG എല്ലാരും ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് ഡോട്ട്മുണ്ട് ജയിക്കണം മറ്റേ മാർക്കോ റൂയിസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, പക്ഷെ റയലിനോടുള്ള വെറുപ്പും ദേഷ്യവും കാരണം മാർക്കോ റൂയിസ് ഒരു കപ്പടിച്ചോട്ടെ, റൂയിസ് കപ്പടിച്ചോട്ട് പൊക്കോട്ടെ. ഞാനൊരിക്കലും ഒരു റയൽ മാഡ്രിഡ് ഹേറ്റർ അല്ല. അല്ലേ? ബാക്കി പറ. അല്ല, സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ 2 ലെജൻസ് റിട്ടയർ ആവാൻ പോണെയാണ്. നല്ല തന്നെ കളിയായിരിക്കും ക്രൂസും നമ്മുടെ മാർക്കോ റൂയിസും. അപ്പൊ ഒരു നല്ല കളി തന്നെ. ചോദിച്ചോട്ടെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഈ മാർക്കോ റൂയിസും ടോണി ക്രൂസും പ്രൊഫഷണലില് കമ്പയറബിൾ ആണോ? കമ്പയറബിൾ അല്ല, എന്നാലും ക്ലബ് ലെജൻസ് ആണല്ലോ. ഫാൻസിന് അവര് വലുതാണ് രണ്ടുപേരും. ഈ പറഞ്ഞ പോലെ ശരിയാ. ഈ പറഞ്ഞ 2 പ്ലേയേഴ്സിന് ഹേറ്റേഴ്സ് ഇല്ല. ഈ പറഞ്ഞ പോലെ മാർക്കോ റൂയിസ് കുറച്ചും കൂടി, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണ്, ടോണി ക്രൂസിനേക്കാളും കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആ ഒരു വേർഡ് എന്താടാ, ടോണി ക്രൂസിനേക്കാളും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആയിരുന്നു മാർക്കോ റൂയിസ്. പക്ഷേ ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഇഞ്ചറി ആയിരുന്നു. പക്ഷെ ഡോട്ട്മുണ്ടിൽ കളിക്കുന്ന സമയത്ത് തന്നെ റയലിൽ നിന്ന് ഓഫർ വന്നു. PSG റിജക്ട് ചെയ്ത് ലോയലായിട്ട് നിന്നതുകൊണ്ട് ഹബ്ബി പോയിട്ട് ഇങ്ങനെ ഇഞ്ചറി വന്നിരുന്നെങ്കിലല്ല കളിക്കാരൻ നശിഞ്ഞു പോയതിന്. പുള്ളിക്കാരനെ ലോയലായിട്ട് നിന്നുകൊണ്ട് അതിനുള്ള ഒരു റെസ്പെക്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പൊട്ടൻഷ്യൽ ഉണ്ടായ കളിക്കാരനാ, പക്ഷെ എത്രയോടത്ത് എത്തിയില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ച് കപ്പില്ലേ ടീമിലുണ്ടായില്ല. വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്ത ടീമിലുണ്ടായി, എന്നിട്ട് ഒരാഴ്ച ഇഞ്ചറി വന്നു. എടാ ഒട്ടും ലക്കിയില്ലാത്തൊരു പ്ലെയറാണ്. എത്ര അല്ല അതാണ്. പക്ഷെ ഞാനിപ്പോ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ ആശിക്കിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊരു റയൽ മാഡ്രിഡ് ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാ പോലും അതിലുപരി ഞാനൊരു ഫുട്ബോൾ ഫാനാണ്. അതുകൊണ്ട് ഇവനിപ്പോ പറഞ്ഞ പോലെ റയലിനോടുള്ള വെറുപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടൊന്നുമല്ല ഞാൻ പറയണം. എനിക്ക് മാർക്കോ റൂയിസ് കപ്പ് വെക്കണമെന്നുണ്ട്. പിന്നിലുള്ള അതാണ് സത്യം പറഞ്ഞാൽ മാർക്കോ റൂയിസ് അവനൊരു കപ്പം UCL എന്ന് പറഞ്ഞാൽ UCL ഫുൾ ഫോം എന്തുവാ? യുഎഫ ക്രിസ്ത്യാനോ ലീഗ്. അതങ്ങനെ തന്നെ നിൽക്കണം. മോസ്റ്റ് ട്രോഫീസ്, മോസ്റ്റ് ഗോൾസ്, മോസ്റ്റ് അസിസ്റ്റ്, മോസ്റ്റ് മാൻ ഓഫ് ദ മാച്ച്, മോസ്റ്റ് ഗെയിംസ്. UCL, യുഎഫ ക്രിസ്ത്യാനോ ലീഗ്. അതെനിക്ക് അങ്ങനെ തന്നെ സപ്പോർട്ടേഴ്സ് എന്തായാലും എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ എന്നാ പോലും ഞങ്ങൾ അതിലുപരി ഒരു ഫുട്ബോൾ ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്ത്യാനോ ഫാനാണെന്ന് നീ പറഞ്ഞിട്ടാണ് നീ ഇപ്പൊ ഈ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. അതല്ല, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു കാരണമായിട്ട് പറയാം. പക്ഷെ ഞാൻ അതാണ് നിന്റെ മെയിൻ കാരണം. ഞങ്ങൾക്കറിയാം, എനിക്കറിയാം എന്തായാലും. എടാ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2 കളിക്കാരെ ഫോളോ ചെയ്യാനുള്ളൂ. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ, രണ്ടാമത്തെ കളിക്കാരനാരാന്ന് പറയാം, മാർക്കോ റൂയിസ് ആണ്. എനിക്ക് പേഴ്സണലി മാർക്കോ റൂയിസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്ലെയർ സ്റ്റേഷൻ കളിപ്പിക്കുക ആണെങ്കിലും മാർക്കോ റൂയിസിനെ കൊണ്ട് ഞാൻ എപ്പോഴും കളിപ്പിക്കാറുണ്ട്. നല്ല കളിക്കാറുണ്ട്. കുറെ ഗോൾ കിട്ടിയിട്ടുണ്ടാവും. സുവർണ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു കേസ് ചോദിക്കാം, നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ റയലാണ് കിങ്സ് എന്ന്. റയലിനെ പൊട്ടിക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് ഫൈനലിലേക്ക് എത്തിയ സ്ഥിതിക്ക്. ഡോട്ട്മുണ്ടിനെ എങ്ങനെ റയലിനെ പൊട്ടിക്കാൻ പറ്റും? എന്തെങ്കിലും അത്ഭുതം തന്നെ സംഭവിക്കേണ്ടി വരും. അല്ലാണ്ട് അതല്ല, നീ ഇപ്പൊ അത്ഭുതങ്ങളോ അങ്ങനെ മിറാക്കിളൊന്നും വിശ്വസിക്കാണ്ട് പറയാണ്ട് ടാക്ടിക്കലി ഗെയിം പ്ലേ വെച്ച് എനിക്ക് തോന്നണില്ല. കാരണം റയൽ മാഡ്രിഡ് എന്ന് വെച്ചാല് ഈ ഫൈനൽ അങ്ങനത്തെ സീൻ കളിക്കാർ എവിടെയെങ്കിലും കയറി ഗോൾ അടിച്ചാളെ പ്രഷർ താങ്ങി കളിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റാർ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. മോന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഡോട്ട്മുണ്ട് എന്താ പറയാ എന്നുള്ള രീതിയിൽ കളിച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ റയലിന് നഷ്ടപ്പെടാനൊന്നുമില്ല, ഡോട്ട്മുണ്ടിന് നേടാനെല്ലാം ഉണ്ട്. ഡോട്ട്മുണ്ട് ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ലാസ്റ്റ് ചാൻസ് ഈ ആഴ്ച നടന്നൊരു സംഭവം ഉണ്ട്, എനിക്കതൊക്കെ വിഷമോയി. സിറ്റീനെ പൊട്ടിച്ച് യുണൈറ്റഡ് ജയിച്ചു. അല്ല എടാ, ഞാൻ 2 കപ്പ് അല്ല എനിക്ക് യുണൈറ്റഡ് ക്ലബിന് ഇഷ്ടമാണ്, പക്ഷെ ടെൻ ഹാഗിന് ഇഷ്ടമല്ലാന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് അതാണ് ആഴ്സണൽ ഇത്രയും കലക്കനായിട്ട് സീസൺ കളിച്ചിട്ട് ഒരു ട്രോഫി പോലും ഇല്ല. ചെൽസി അവസാനം കയറി വന്ന് യൂറോപ്യൻ സ്പോട്ട് അടിച്ചപ്പോഴും അവസാനം എവിടെയോ കിടന്ന് 8ാമത് നടന്ന യുണൈറ്റഡ് വന്നിട്ട് FA കപ്പ് പിടിച്ച് ഈ പറഞ്ഞ പോലെ യൂറോപ്പിലും കയറി. അപ്പോഴും ടെൻ ഹാഗിന്റെ അഹങ്കാരം ഉണ്ട്. ടെൻ ഹാഗിനോട് ജേർണലിസ്റ്റ് ചോദിച്ച് നിങ്ങളെ പുറത്താക്കാൻ പോകണമെന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ടെൻ ഹാഗ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കണമെങ്കിൽ അയക്കോ, എവിടെ പോയാലും ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ട്രോഫി ജയിച്ചിട്ടുള്ളൂ, ഞാൻ വേറെ ക്ലബ്ബിൽ പോയി ട്രോഫി ജയിക്കുന്നു. 2 ട്രോഫി അടിച്ചിട്ട് അഹങ്കാരമാണിത്. പക്ഷെ മൊത്തത്തിൽ ആ സീസൺ റീകോൾ ചെയ്ത് ഇത്രയും തോൽവി ഉണ്ടായ സീസൺ യുണൈറ്റഡിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ടെൻ ഹാഗ് പറയുന്ന എപ്പോഴുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ ആ കളിക്കാരൻ ഇഞ്ചേർഡായി, എന്റെ ഈ കളിക്കാരനെ കളിക്കാൻ പറ്റിയില്ല. കോർട്ടും ഉണ്ടായില്ല, മിലിറ്റാവ് ഉണ്ടായില്ല, ആലബി ഉണ്ടായില്ല, ബെൻസിമ സീസണിന്റെ തുടക്കം ഒരു നാച്ചോണി കഴിഞ്ഞ സെമി ഇതൊക്കെ കളിച്ച് ഒരു ഫോർവേഡ് ഇല്ലാണ്ട് റയലിന് ടീമിനെ ഇങ്ങനെ കളിപ്പിക്കാന്നുണ്ടെങ്കിൽ അതാണ് അത്രയുള്ളല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമില്ല, സിറ്റിനെ യുണൈറ്റഡിനെ അടിക്കാന്നുണ്ടെങ്കിൽ ഡോട്ട്മുണ്ടിനെ റയലിനെ അടിച്ചൂടെ. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ. യുണൈറ്റഡ് ആയ 2 അടിച്ച്, ഡോട്ട്മുണ്ട് അതേപോലെ തന്നെ 1 അടിച്ചാൽ കാര്യമില്ല. 1 അടിച്ചാലൊക്കെ റയല് 90 2 അടിച്ച് നീ പറഞ്ഞ പോലെ. പിന്നെ 2 അടിച്ച് കഴിഞ്ഞാലുണ്ടല്ല റയൽ 1 അടിക്കാൻ പാടില്ല തിരിച്ച്. റയൽ 1 അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും റയൽ, കൺഫേം ആണ്. 2 ഗോൾ അഡ്വാൻറ്റേജ് ഡോട്ട്മുണ്ട് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെനാൽറ്റി പോയി. പക്ഷെ ആ പെനാൽറ്റിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ലുനിന് പകരം കോർട്ടുവ സ്റ്റാർട്ട് ആവും എന്ന് പറയുന്നുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ലുനിൻ ഡിസേർവിംഗ് ആണ്, കാരണം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ചത് അവനാണ്. കാരണം കോർട്ടുവ അവരുടെ നമ്പർ 1 ചോയ്സ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പ്ലെയർ, അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് മാച്ച് കളിപ്പിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ലുനിന് ഇപ്പോ കളിച്ച അത്യാവശ്യം കോൺഫിഡൻസ് ആയിട്ട് വരെയാണ് എല്ലാം സെറ്റ് ആയിട്ട്. നമ്മളാരും വിലയിരുത്താനൊന്നുമല്ല, കാരണം റയലിന്റെ കോച്ച് ഉണ്ടല്ലോ കാർലോ ആഞ്ചലോട്ടിയാണ്. പുള്ളിക്കാരൻ ഒന്നും കാണാണ്ട് ഇറക്കും. നമ്മ ചിന്തിക്കുന്ന പോലെ പുള്ളിക്കാരൻ ഇറക്കുന്ന സബും ഓരോ ഡിസിഷനും ടീം പ്ലേയും ഞാൻ വേറെ വല്ല കോച്ചാണെങ്കിൽ ഞാൻ ഭയങ്കര രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തേനെ. പക്ഷെ ആഞ്ചലോട്ടി കോർട്ടോനെ ഇറക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ടാവും. പിന്നെ കോർട്ടോ ബിഗ് ഗെയിം പ്ലെയർ ആണ്, പ്രഷർ താന്നു, അതനുസരിച്ച് നിൽക്കുകയും ചെയ്യും. ലുനിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിവർപൂളിന്റെ വലിയ ഗോളി ഉണ്ടായില്ലേ കാരിയസ്, സീസൺ മൊത്തം നല്ല കളിയായിരുന്നു. പക്ഷെ ഫൈനലി പ്രഷർ താങ്ങിയില്ല. അതേപോലെ ലുനിന് വന്നുകൂടെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ എന്തുകൊണ്ട് കോർട്ടോ സേഫ് ഓപ്ഷൻ ആണ്. സംഭവം ഈ പറഞ്ഞ ഇഞ്ചറി കഴിഞ്ഞ് വന്നാണെങ്കിലും കോർട്ടോ അല്ല. ഇപ്പൊ മെസ്സിയും ക്രിസ്ത്യാനോ ഇഞ്ചറി കഴിഞ്ഞ് എത്ര കളിക്കൊന്ന് ഒറ്റടിക്കൊന്നും ബാക്ക് ഉണ്ടാക്കിയേക്കാണ്. കോർട്ടോക്ക് അതുപോലെ ചെയ്തുകൂടെ? ശരിയാണ്. പിന്നെ റയലിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ചൗമിനി കളിക്കണില്ല, ഇഞ്ചേർഡ് ആണ്. അപ്പൊ അതൊരു സെറ്റ് ബാക്ക് ആണ്. കാരണം റയലിൽ എല്ലാ കളിയിലും ചൗമിനി ഉണ്ടായിട്ടുണ്ട്. ചൗമിനി സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗെയിം തോറ്റിട്ടില്ല. റോഡ്രി അടുത്ത് തോറ്റതുപോലെ. റോഡ്രി 4ഓളം കളികൾ തോക്കാണ്ട് വന്നിട്ട് എടാ റയലായിട്ട് കൂട്ടൂല, പെനാൽറ്റി ആയതുകൊണ്ട് യുണൈറ്റഡ് ആയിട്ട് തോറ്റേക്കും. അപ്പോഴാ
എനിക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ പോലെ FA കപ്പ് യുണൈറ്റഡ് തോറ്റിട്ട് അന്നാഗിനെ പുറത്താക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി സിറ്റി ഒരുമാതിരി കളിയും കളിച്ച് ഈ ഫൈനൽ സെമിയൊക്കെ വരുമ്പോണ്ടല്ല സിറ്റി 10 പേരെ വെച്ചാ കളിക്കണം. ഒരു കളിക്കാരെ മിസ്സിങ് ആയിരിക്കും. എടാ ഇതൊരു സെമിയിൽ ഗോൾ അടിച്ചിട്ടില്ല, ഫൈനലിലേക്ക് ഗോൾ അടിച്ചിട്ടില്ല. ടീമിന് വേണ്ട സമയത്ത് ആളെ കാണൂല. ആവശ്യമില്ലാത്ത പ്രഷറില്ലാത്ത സമയത്ത് ഓക്കെ അതിമാതിരി അടക്കാക്കുരുള്ള ടീമിനെ പിടിച്ചിട്ട് പഞ്ഞിക്കിടുന്ന സ്വഭാവമാണ്. ഹാളൻഡ് വേസ്റ്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഹാളൻഡ് നമ്മ വിചാരിച്ച ഇതൊന്നുമില്ല. സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി കളിക്കണ മാത്രം ഇപ്പോൾ ഉള്ള കേസ് പെപ് ഗോർഡിയോള സിറ്റിന്ന് പോയി കഴിഞ്ഞാൽ ഈ ടീമിന്റെ അവസ്ഥ ഉണ്ടാവും. പെപ്പ് ഈ സീസൺ കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞിട്ടുണ്ട്. പെപ്പിന്റെ ലാസ്റ്റ് സീസൺ ആണെന്നാ പറയുന്നത്. പെപ്പ് പോയി കഴിഞ്ഞാൽ അല്ല പെപ്പ് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലാഭം ഉറക്കാന്നറിയോ? ശരിക്കും ഫുള്ള് പ്രീമിയർ ലീഗ് ഒന്ന് ടേബിൾ ഒന്ന് ഇതാവും. ആഴ്സണല് മെച്ചപ്പെടും. ആഴ്സണലിന് പിന്നെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവൂല. കാരണം പെപ്പ് മാറി ഒരു കോച്ച് വന്നതിന് ടൈം എടുക്കും. കാരണം ഇപ്പൊ ഇത്രയും കൊല്ലങ്ങളാരെ കളിക്കായി പെപ്പിന്റെ ഒരു സംഭവം സെറ്റ് ചെയ്ത് ഫോർമുലയിൽ പോണേണ്. അപ്പൊ ഒറ്റയടിക്ക് എന്തായാലും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഈ പറഞ്ഞ ഹാളന്റെ ഒന്നും ഇപ്പൊ കളിയൊന്നും പിന്നെ വരൂല, ബോള് വരൂല. ഡിബ്രൂയിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫോർഡൻ പിന്നെ കണ്ടറിയണം. എന്താണ് അതിലൊന്നും പറയാനില്ല, നോക്കാം കണ്ടറിയേണ്ടതാണ് സാധനം. മൊത്തത്തില് സിറ്റിയുടെ ആ ഒരു ആധിപത്യം അങ്ങോട്ട് മാറും. പക്ഷേ അതല്ല ഒരു കേസ് ശ്രദ്ധിച്ച നമ്മ പെപ്പിനെത്തോലും കുറ്റം പറഞ്ഞാലും ഡീഗ്രേഡ് ചെയ്താലും അതല്ല ഞാൻ ആയിക്കോട്ടെ. പക്ഷേ പെപ്പിനെന്തോരം ഡീഗ്രേഡ് ചെയ്താലും കുറ്റം പറഞ്ഞാലും സർ ആലക്സ് ഫെർഗൂസൺ പോലും ഒരു പ്രീമിയർ ലീഗ് അറിയാലും 3 എണ്ണം അടുപ്പിച്ചടിച്ചിട്ടുള്ളൂ. 4 എണ്ണം അടുപ്പിച്ചടിക്കണ ആദ്യത്തെ കോച്ച് പെപ്പാണ്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനും അല്ല. പെപ്പെന്നുള്ള ടാക്ടീഷ്യനെ നീയാണ് പുച്ഛിക്കണുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോർമർ കോച്ചാണ്. ലവിനെ കുറിച്ച് പറയാനായിട്ട് ഞാനൊന്നും പറ്റില്ല. അല്ല ക്ലബിനോട് ആത്മാർത്ഥ സ്നേഹമല്ലേ? സാവിനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സാവിനെ പറഞ്ഞല്ല, എന്താണ് സാമ്പത്തികം ശരി. സാവി പോണേന്ന് പറഞ്ഞ സമയത്ത് പോവല്ലേ ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേ എന്നിട്ട് സാവി പോണില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറയുമ്പോ മറ്റേ പുറകെ ഷൗട്ടർ സ്വഭാവം ഇപ്പൊ കാണിച്ച് കളയണമെന്നുണ്ടെങ്കിൽ നേരത്തെ കളയായിരുന്നില്ല. സാവി നേരത്തെ സാവിയുടെ ഡിമാൻഡുകൾ പറഞ്ഞാണ് എനിക്ക് ഇന്ന കളിക്കാരെ വേണം, ഇന്ന കളിക്കാരെ സെല് ചെയ്യാൻ പറ്റൂല. അല്ലാണ്ട് സാവി പറഞ്ഞത് 100% അംഗീകരിക്കണം. ഞാനൊരു റയൽ ഫാനായിട്ട് കൂടി ഞാൻ പറയുന്നതാണ് സാവി ആ ക്ലബിനെ ആക്കിയെടുത്ത പോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചിനെ കണ്ടാക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം സാവി പിള്ളേരെ പോലും പൊങ്ങിയടുപ്പിച്ച് ഈ പറഞ്ഞ പോലെ ആ ടീമിനൊരു ഇത് കൊടുത്ത് ഇപ്പൊ വരാൻ പോണ കോച്ചാണ് 8-2 പണി വന്ന കോച്ചാണ്. സൈൻ ചെയ്ത് ചെൽസി എന്ത് മണ്ടത്തിലാണ്. അതല്ല അവന്മാര് എന്ത് സ്മോക്ക് ചെയ്യണേന്ന് എനിക്കറിയണം. മുകളിലിരിക്കണ അവന്മാര് എടാ ആ ടീമിനെ തുടക്കമൊക്കെ വൻ ഷോക്ക് വരുന്നു. പിന്നെ ഒന്നാമത്തേക്ക് ഷോകായിരുന്നു. പക്ഷെ എടാ ഞാനതാ പറയാൻ പറ്റില്ല. തുടക്കം അത്രയും ഷോ അത്രയും ഇഞ്ചറീസ് ഉണ്ടായിട്ട് പോലും മെയിൻ കേസ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ തിയാഗോ സിൽവ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഒരു യങ് സ്ക്വാഡാണ്. എന്നിട്ട് പോലും പോച്ചിട്ടീനോ ആ ടീമിനെ പൊക്കിയെടുത്ത് അവസാനം ഇപ്പൊ റിസൾട്ട് വന്ന ഫ്രഷ് പ്ലേയേഴ്സ്. അതുകൊണ്ട് ആ ഒരു കോർഡിനേഷന്റെ കെമിസ്ട്രിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും പോച്ചിട്ടീനോ ആ ടീമിനെ പൊക്കിയെടുത്ത് അവസാനം എത്തിക്കഴിഞ്ഞപ്പോ ഒന്നും കാണാണ്ട് ജാവോ വിട്ടോന്ന് പിന്നെ ചാൻസ് കൊടുക്കല് കുറവാണ് കോച്ചസ്. പക്ഷേ ചെൽസിയുടെ പഴയ ചെയർമാൻ ഉണ്ടല്ലോ റോമൻ അബ്രോമിച്ച് ആ സമയത്ത് ചാൻസ് കൊടുക്കുമായിരുന്നു. ഈ പുതിയ ആള് വന്നിട്ട് ഇപ്പൊ 3ാമത്തെ കോച്ചാണ്. ടുച്ചലിനെ കളഞ്ഞു, പോട്ടറിനെ കളഞ്ഞു, ഇപ്പതേ പോച്ചിട്ടീനോനെ കളഞ്ഞു. ഇടയിലെ ലംബാർഡ് കെയർ ടേക്കർ ആയിട്ട് വന്നു. ഇപ്പതേ പോച്ചിട്ടീനോനെ കളഞ്ഞു. ഇപ്പൊ പുതിയ കോച്ചാ ലെസ്റ്റർ സിറ്റിയുടെ ലെസ്റ്ററിന്റെ പഴയ കോച്ച്. എൻസോ ലെസ്റ്ററിന്റെ പഴയ കോച്ച്. പക്ഷെ പെപ്പിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പെപ്പ ട്രബിൾ അടിച്ച സീസൺ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അസിസ്റ്റന്റ് ആയിരുന്നു. 2 കൊല്ലത്ത് ഈ പറഞ്ഞതുപോലെ കോൺട്രാക്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ബേൺലി റെലിഗേറ്റ് ആയ ടീമാണ്. ആ റെലിഗേറ്റ് ആയ ടീമിന്റെ കോച്ച് ഇപ്പൊ ലോകത്തില് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ കപ്പിന്റെ ഒരു കോച്ച് ആയിട്ടുണ്ട്. വിൻസെന്റ് കോമ്പനി ബാൻമണിക്കിന്റെ കോച്ച്. എടാ ഭയണ്ട അവസ്ഥ പരിതാപകരമാണ്. ടുച്ചലിനെ കളഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സാബിലൻസോടെ പോയി. അലൻസോ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഡിസർബിയുടെ പോയി. ഡിസർബി വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും വേറെ 2 പേര് എടുത്ത് നെഗ്ലസ്മെന്റ് എടുത്ത് പോയി, ഫ്ലിക്കിന്റെ എടുത്ത് പോയി. ഇവര് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ആരുമില്ല എന്നുള്ള സ്റ്റേജ് വന്നപ്പോ പിന്നെ ടുച്ചലിന്റെ എടുത്ത് പോയി. അപ്പൊ ടുച്ചല് വേണ്ടാന്ന് പറഞ്ഞു.
കോച്ചിനെ കിട്ടാണ്ട് ഇവര് കോച്ചിനെ ട്രീറ്റ് ചെയ്യണ ഒരു രീതിയിൽ ആയിരിക്കും. ശോകമാണെന്ന് പിന്നെ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ പോവാൻ വലിയൊരു ചാൻസ് ആണ്. വലിയ ചാൻസ് കിട്ടാണ്ട. ഞാൻ കമ്പനി കോച്ച് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഈ ന്യൂസ് കേട്ടപ്പോഴാണ്. സാധാരണ എപ്പോഴും ഒരു സക്സസ്ഫുൾ കോച്ചിനായിരിക്കും, ഒരു ചെറിയ ക്ലബിൽ നിന്ന് പൊക്കിയെടുത്ത കോച്ചിനായിരിക്കും ചാൻസ് കൊടുക്കണം. ഭയമുള്ളവരെന്താ സ്മോക്ക്, ഈ പറഞ്ഞ ചെൽസിയിലുള്ളവർ തന്നെ ഭയമുള്ളവരെന്താ സ്മോക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയണം ഒരാൾ തന്നെ കൊടുക്ക്. അപ്പോ ചെൽസി ആയി, ബാഴ്സയായി, ബയേണായി, പിന്നെന്താ എല്ലാരും പോണത്. ബയേണിന്റെ കേസ് പറഞ്ഞപ്പോഴാ ലെവർകൂസൻ തോറ്റി. ഓ നെവർ ലൂസൺ ഒരു കളി തോറ്റി. അത് വിഷമമായി. ആ ഒരു കളി നോക്കാണ്ട് ട്രബിൾ അടിച്ചെങ്ങി. എന്തായാലും സാബിയൻസോ ഹാറ്റ്സ് ഓഫ് ആണ്, വേറെ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഇതിപ്പോ റെക്കോർഡ് എന്നായാലും പൊട്ടുമല്ല ഇങ്ങനെ തോക്കാണ്ട്. ബുണ്ടസ്ലീഗയിലെ ആദ്യത്തെ സീസൺ ഒന്ന് കഴിഞ്ഞിട്ട് ബുണ്ടസ്ലീഗയിലെ ആദ്യത്തെ റെക്കോർഡാണ്, ആദ്യത്തെ ഇൻവിസിബിൾ സീസൺ ആണ്. ഇതുവരെ തോക്കാൻ ഒരു ടീമും കപ്പടിച്ചിട്ടില്ല ബുണ്ടസ്ലീഗയിൽ. അല്ല ഒരു സ്ഥലത്ത് അടിച്ചിട്ടില്ല. ഇവിടെ പിന്നെ യുവന്റസ് അടിച്ചിട്ടുണ്ട്. ഇൻവിസിബിൾസ് ഉണ്ട് ബുണ്ടസ്ലീഗയിലെ ആദ്യത്തെ ഇൻവിസിബിൾസ് ആണ്. പക്ഷേ എടാ പേര് പോലും അറിയാത്ത കളിക്കാരാണ് പുള്ളിക്കാരൻ അടിച്ചേക്കണേ. പക്ഷെ ഇനി സീസൺ നോക്കിക്കോ, എല്ലാവരും ഈ പറഞ്ഞ കളിക്കാരെ മേടിക്കാനായിട്ട് വരും. പിന്നല്ല റിറ്റ്സ്, ഗ്രിമാൽഡോ, ഫിർമോങ്, ബോണിഫേസ്, ടാ, സാക്കയൊക്കെ എന്താ കളി. പിന്നെ അർജന്റീനയുടെ പലാസിയോ ശരിക്കും ഫിനിഷ്ഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ സാക്കിന് സത്യം പറഞ്ഞാൽ അവിടുത്തെ മെന്റാലിറ്റി മോൺസ്റ്റർ. ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കണം. പിന്നെ അടുത്ത ദിവസം ഒന്നും പറയണ്ട, കേൾക്കണം റൂം പറയാൻ സത്യം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും വെട്ടിക്കെട്ടിട്ട് ഞാൻ തരും. കളിപ്പിച്ചോളൂ. കിങ് വരട്ടെ, എന്റെ പകയിൽ നീരി വിട്ടരും. എന്താണ് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ കിങ് ടു റിട്ടേൺ ടു ഹിസ് എംപയർ. യൂറോപ്പിലെ രാജാവാരാ? ഞാൻ വേറെ കസേര കാലിങ് യൂറോപ്പിലെ രാജാവാരാടാ? പോയ ലീഗിലെ കീഴടക്കിയത് അല്ല. ക്രിസ്ത്യാനോന് വരേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞതുപോലെ ഒരാവശ്യമില്ല. കാരണം പുള്ളിക്കാരൻ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് അവിടെ കളിക്കണം, നല്ല ഫണ്ടും കിട്ടുന്നുണ്ട്. അപ്പോ യൂറോപ്പിലൊന്നും തെളിയിക്കാനൊന്നുമില്ല, ഒന്നും തെളിയിക്കാനില്ല. ആ പട വേൾഡ് കപ്പിന് ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മെസ്സി ഇല്ല, ഒരു കോമ്പറ്റേറ്റർ ഇല്ല ക്രിസ്ത്യാനോന്. രണ്ടേതായ രീതിയിൽ എംബാപ്പേനൊന്നും വെച്ച് ക്രിസ്ത്യാനോടെ കമ്പയർ ചെയ്യല്ലേ. ചെക്കനൊക്കെ എവിടെ കിടക്കണ്. എംബാപ്പേനെ പിടിക്കാൻ ആരാളെ? വിനീഷ്യസ് ഉണ്ടല്ലേ, ബാക്കി വിനീഷ്യസ് മാത്രം ഉണ്ടാവും. ബെല്ലിംഗം ഒന്നും അത്രയും വരില്ല. പക്ഷേ ഇപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട്. പണ്ട് ഹാളിന്റെ എംബാപ്പെ എന്നൊക്കെയുള്ള ഇല്ല. അപ്പൊ ഞാൻ ക്രിസ്ത്യാനോട് കേസ് പറഞ്ഞ ക്രിസ്ത്യാനോന് വേണമെങ്കിൽ തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞ പോലെ പോയതൊരു ഷോ പോയിട്ടാണ് യൂറോപ്പിൽ നിന്ന് പോയത്, ഈ പറഞ്ഞ തല്ലിപ്പിരിഞ്ഞു പോയത്. അപ്പൊ നല്ലൊരു ഫെയർവെല്ലിന് വേണ്ടി വരാം. കാരണം ക്രിസ്ത്യാനോ റിട്ടയർ ചെയ്യുന്നത് സ്പോർട്ടിംഗ് ലിസ്ബണിലായിരിക്കും, പോർച്ചുഗലിലെ ക്രിസ്ത്യാനോയുടെ ഹോം ഗ്രൗണ്ട് ക്ലബില്. അതായിരിക്കും. പക്ഷേ അങ്ങനെ ആയിരിക്കും. കേരളത്തില് പടത്തോലെ ട്രോളന്മാര് ഇവരെ മാത്രം ട്രോൾ ചെയ്യാതിട്ടാ. ക്രിസ്ത്യാനോയുടെ കേസ് ഞാൻ പറയാനാണ്, ക്രിസ്ത്യാനോന് ഇപ്പൊ യൂറോപ്പിലോട്ട് എന്തുകൊണ്ട് വരണം? ഒന്ന്, ബുണ്ടസ്ലീഗ കളിച്ചിട്ടില്ല. ബുണ്ടസ്ലീഗയും കൂടി കീഴടക്കി കഴിഞ്ഞാൽ 4 മേജർ ലീഗും കീഴടക്കി ഒരേ ഒരു കളിക്കാരനാണ്. പ്രീമിയർ ലീഗായി, ലാ ലീഗായി, സിരിയായി. ബുണ്ടസ്ലീഗ മാത്രമേ ക്രിസ്ത്യാനോ കളിക്കാത്തുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനോ അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ട്. പിന്നെ ഇപ്പത്തെ ബുണ്ടസ്ലീഗയിൽ ലെവർകൂസൻ ടീം കാലക്ക ടീമാണ്.
വെറുതെ എന്തിനാണ് പൊട്ടിക്കണം? ഇപ്പൊ ക്രിസ്ത്യാനോട് ഹെയ്റ്റ് കാരണം ക്രിസ്ത്യാനോ ഇപ്പൊ ബയർ ലെവർകൂസനിൽ വന്ന അവർ തോറ്റു കഴിഞ്ഞാൽ പറയാൻ പോണ കാരണം ഉണ്ടല്ലോ, സാബൻസും ടീമൊന്നുമല്ല, ക്രിസ്ത്യാനോ ഒന്ന് തോറ്റുന്നേ പറയുള്ളൂ. കളിക്കാരന്റെ ഇമ്പാക്ട് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ ലെവർകൂസനിൽ വന്ന് കഴിഞ്ഞ വലിയ പണിയില്ല. കാരണം ലെവർകൂസന്റെ കളി എന്ന് പറഞ്ഞാൽ ബോൾ ഇട്ട് കൊടുക്കാൻ ആളുണ്ട്. കാരണം എടാ അവരുടെ കളി എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർ അത്ര ഓടി കളിക്കുന്ന സ്ട്രൈക്കർ അല്ല. ബോണിഫേസ് ഈ പറഞ്ഞ ഒരു ബോക്സ് പ്ലെയർ ആണ്. ഫിനിഷ് ചെയ്യാൻ ക്രിസ്ത്യാനോന് ഇപ്പോഴും പറ്റും, അതെല്ലാവർക്കും അറിയാം. ബോക്സിന്റെ അകത്ത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അളിയനെ എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യും, അതിനൊരു പ്രശ്നമില്ല. പിന്നെ എല്ലാത്തിലും ഉപരി കോച്ചിന് പ്ലെയറിന് വിശ്വാസമുണ്ട്. ഒരു കോച്ചിന് ഒരു പ്ലെയറിന് വിശ്വാസം ഇല്ലാണ്ട് ടീമിലെടുത്താൽ കാര്യമില്ല. സാബിയൻസോ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തേക്കുന്നതാണ് ലെവർകൂസൻ ക്രിസ്ത്യാനോന് വേണമെന്ന്. അത് ആദ്യം ജസ്റ്റ് ഒരു റൂമർ ആയിരുന്നു, സൗദിയിലെ ഒരു ജേർണലിസ്റ്റ് മാത്രം പറഞ്ഞപ്പോ. പക്ഷെ ഈ അടുത്ത് ഫോക്സ് സ്പോർട്സും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സാബിയൻസോ ഹാസ് റിക്വസ്റ്റഡ് ബൈ ലെവർകൂസൻ ഫോർ ദ സൈനിങ് ഓഫ് ദി അൾട്ടിമേറ്റ് ഗോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇച്ചിരി കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ ക്രിസ്ത്യാനോനെ പറയുമ്പോ നമുക്ക് എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു പകുതി ഒരു കാര്യം ചെയ്ത് വെച്ചേക്കുന്നു ഒരു സ്ഥലത്ത്, അത് നിർത്തിയിട്ട് പകുതിയുടെ കേസ് പറഞ്ഞില്ലേ സൗദി ക്രിസ്ത്യാനോനെ വിടുന്നുണ്ടാ? ഇല്ല, നിനക്ക് തോന്നുന്നില്ല. കാരണം ക്രിസ്ത്യാനോ പോയി അതല്ല, ക്രിസ്ത്യാനോ പോയി മാർക്കറ്റ് ലീഗിന്റെ ആ ഒരു ഇത് പോവും. കാരണം ഇപ്പൊ ഓൾറെഡി പ്ലെയേഴ്സ് വന്നോണ്ടിരിക്കുന്നതാണ്. വേറൊരു മേജർ പ്ലെയർ തന്നെയുണ്ട്, ഒരു പോർച്ചുഗീസ് പ്ലെയർ ആണ് സൗദിയിലോട്ട് ഒരു പോർച്ചുഗീസ് പ്ലെയർ. റാഫേലിയോയുടെ അച്ഛനും ഈ പറഞ്ഞ അൽ ഹിലാലും തമ്മിൽ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടന്നിട്ടുണ്ട്. പ്ലെയർ ആണ്, പക്ഷെ അൽ ഹിലാലായിട്ട് ഇപ്പൊ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എടാ റാഫേലിയോ ചിലപ്പോ വേറൊന്നല്ല, റാഫേലിയോ പറഞ്ഞ് ചിന്തിക്കണ വരുമ്പോ ഞാനൊരു ബാലൻഡിയർ പ്ലെയർ അല്ല, ഞാനിപ്പോ ഏത് ക്ലബിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പഴേ ഈ പറഞ്ഞ നല്ല പ്രായത്തിൽ ഒരു കാശ് ഉണ്ടാക്കിയിട്ട് പിന്നെ യൂറോപ്പിലോട്ട് തിരിച്ചു വന്നുകൂടെ എന്നൊരു മെന്റാലിറ്റി കുറെ പേർക്ക് യൂറോപ്യൻ ടീംസ് പുറത്തത്തെ അല്ല, ഐ മീൻ യൂറോപ്യൻ ഇപ്പൊ നടക്കുന്ന സംഭവം എന്താണ്, എല്ലാരും സൗദിയിലോട്ട് പോയി. ഈ സീസൺ നോക്കിക്കോളൂ, കഴിഞ്ഞ സീസൺ ഫസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇത്രയും കളിക്കാര് വന്ന് വരാമണ കളിക്കാര്. നീ നോക്കിക്കോ അടുത്ത സീസണിൽ ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് പുള്ളി. ISL ഓർമ്മയുണ്ട്, ഫസ്റ്റ് സീസൺ ഓർമ്മയുണ്ട്. ഫസ്റ്റ് സീസണിൽ ലെജൻസ് ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ സീസൺ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനോനേക്കാളും വലിയ മാർക്കറ്റിംഗ് വേറെ അല്ല ലോകത്തിലല്ല, ഫുട്ബോളിൽ വേറെ ആളില്ല. ക്രിസ്ത്യാനോനേക്കാളും വലിയ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആരോ ഉള്ളു, ബ്രാൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ആണെന്നുള്ളത്. അല്ല ഫുട്ബോൾ എന്താവട്ടെ, ഗോട്ട് വേറെ ചിലവര് വേറെ ഭയങ്കര ഇഷ്ടമുള്ള അത്ലീറ്റ് ആണ്. ഈ ഫുട്ബോളിൽ വരുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഇത് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഇവൻ പറയണ പോലെയല്ല, നമുക്കൊക്കെ ഇഷ്ടമുള്ള കളിക്കാരുന്നല്ല, നമ്മള് അതിലൊന്നും ഒരു തർക്കമില്ലാത്തവനാണ്. ഞങ്ങൾ എപ്പോഴും സമ്മതിക്കണല്ലേ സെക്കൻഡ്, ഞങ്ങൾ എപ്പോഴും സ്ഥലം കൊടുക്കട്ടെ സെക്കൻഡ്. Each and every person has their own opinion. You can stick your fucking opinion. For me, there is only one God and he will always remain the forever ultimate fucking God, and his name is fucking Cristiano Ronaldo dos Santos Aveiro. ഇതൊക്കെ കട്ട് ചെയ്താണ് എന്ത് കാര്യമുണ്ട് ഇത് കുറെ പറയേണ്ടത് കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയണ്ടിരിക്കണം പോടാ പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ഒരു 10-20 വർഷം കഴിയുമ്പോ സൗദി ലീഗ് ആയിരിക്കും മെയിൻ ലീഗ്. ഇപ്പോ നീ പറഞ്ഞതുപോലെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ 10-20 വർഷം ഒന്നും എടുക്കണ്ട, ഒരു 5 വർഷം കഴിഞ്ഞാലുണ്ടല്ല ഏറ്റവും വലിയ മാർക്കറ്റ് സൗദി ലീഗ് ആയിരിക്കും. കാരണം ഫുട്ബോൾ മാത്രമല്ല ഞാൻ പറയണേ, ക്രിക്കറ്റ് ഇപ്പോ ഓൾ സ്റ്റാർ ലീഗ് ഒരു ലീഗ് സൗദി സെറ്റ് ചെയ്യാനുണ്ട്. റെസ്ലിംഗ് ഒന്ന്, UFC ഒന്ന്, ബോക്സിംഗ് ഒന്ന്, ഫോർമുല 1 സെറ്റ് ചെയ്യണേന്ന്. സൗദി ഭയങ്കര
അതാ ഞാൻ പറഞ്ഞത്, സൗദി പറഞ്ഞതുപോലെ പൈസയുടെ കുറവില്ല. ബാക്കിയുള്ളവര് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആർമറിയിലും വാറിലും വെപ്പൺസിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് എന്റർടൈൻമെന്റിലും ആ ഒരു സംഭവത്തില് അവര് ആ കൺട്രീന്റെ ആ ഒരു ഫേസ് തന്നെ മാറ്റി വേൾഡിലും എന്താ പറയാ, അത് സൗദി അങ്ങനെ ആക്കി എടുക്കണേണ്. സൗദിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് അറിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ മെസ്സിയാ. സൗദിയുടെ രണ്ടുപേരുണ്ട്. സൗദിയുടെ 2 ബ്രാൻഡ് അംബാസിഡർമാരാരാ? ഒന്ന് മെസ്സി, 2 ക്രിസ്ത്യാനോ. ഇതിലും വലിയ മാർക്കറ്റിംഗ് ഉണ്ടാവും. വേൾഡ് ഏകദേശം അവരെത്തിയിട്ടുണ്ടാവും അല്ലെ. ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒബാമേനെ ചോദിച്ചാലും മോദിനെ ചോദിച്ചാലും അറിയാത്തവരുണ്ടാവും. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്ട് ഏതാ? ഫുട്ബോൾ. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത കുഗ്രാമത്തിൽ പോലും ഫുട്ബോൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്പോർട്ടില് ലോകത്തിലെ ഏറ്റവും വലിയ 2 സ്റ്റാർസ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി. അവരറിയാത്ത ആരാ ഉള്ള? ബുദ്ധിയും വിവരമില്ലാത്ത പത്രം വായിക്കാത്ത കുറെ പെണ്ണുങ്ങളാണുങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം പുറത്തിറങ്ങി നടക്കണ വിവരമുള്ള ആർക്കും അറിയാൻ പറ്റും. ക്രിസ്ത്യാനോനെ മെസ്സിനെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ലോകത്തില് അവര് വിവരമില്ലാത്തവരാ. ഞാൻ അത്രയും പറയുള്ളൂ. അതെ, അവർക്ക് സ്പോർട്സ് ആയിട്ട് ഒരു ബന്ധമില്ല. സ്പോർട്സ് ആയിട്ട് ബന്ധം വേണമെന്നില്ല. ഇത് ജനറൽ നോളജ് ആണ്. ലോകത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല മറ്റേ US, എടാ അതല്ല, US-ലൊക്കെ പോയിട്ട് ഇപ്പൊ ബെസ്റ്റ് നമ്മ കാണാറില്ലേ, ഹൂ ഈസ് മോർ പോപ്പുലർ, ഹൂ ഈസ് മോർ ഫേമസ്, ടൈലർ സ്വിഫ്റ്റ് ഓർ ക്രിസ്ത്യാനോ റൊണാൾഡോ, ടൈലർ സ്വിഫ്റ്റ് ഓർ ലയണൽ മെസ്സി. ഇതെങ്ങനെ ടൈലർ സ്വിഫ്റ്റ് എന്നാ പറയണേ? അതാണ്. പക്ഷെ എന്ത് അല്ലെ ലോജിക്കലെസ് അമേരിക്കൻസ് പറയാൻ പറ്റില്ല. അത് കാരണം നമ്മുടെ ചോയ്സാണ്. അല്ല, ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ള ബുദ്ധിയില്ലാത്തോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്ത് കാര്യം ഇരിക്കണം. അപ്പോ ഫുട്ബോളിനെ കുറിച്ച് ഇനി പറയാനാണെങ്കിൽ നമ്മുടെ ഇനി വരാൻ കിടക്കാനുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, യൂറോ കപ്പ് തുടങ്ങിയിട്ടില്ല, കോപ്പ അമേരിക്ക തന്നെയുണ്ട്. അപ്പോ എന്താ പറയാ, അതൊക്കെ നമുക്ക് പയ്യെ വിശദീകരിച്ച് പോവാം. സോ IPL കഴിഞ്ഞു, കൊൽക്കത്ത കപ്പടിച്ചു, സൺറൈസേഴ്സ് ഈ പറഞ്ഞ പോലെ വിഷമിച്ചു, RCB ജയിച്ചു വന്ന് മൂഞ്ചി, സഞ്ജു പിന്നെയും പറഞ്ഞ പോലെ ജയിച്ചു വന്ന് ലാസ്റ്റ് തോറ്റ്, ചെന്നൈ പറഞ്ഞ പോലെ തല 6 അടിച്ച് കളി നിർത്തി. എന്താണ് മൊത്തത്തിൽ നിർത്തി എന്ന് പറയാൻ പറ്റില്ല. അവൻ ഇതുവരെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. കപ്പടിക്കാൻ നിർത്തും എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. ഇനിയിപ്പോ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. നിനക്ക് ആ കൊടവേറെ കണ്ടിട്ട് ഫിറ്റ്നസ് ആയിട്ട് തോന്നിയ? എന്റെ പൊന്നളി, അതിനൊക്കെയാണ് കൊടവേറെ എന്ന് പറയണ. അത് നീ നിന്റെ വയറ് നോക്കിയെന്നാ പണ്ടാണ് കാണിക്കണ്ട. എന്നാലും ഇവൻ ധോണിക്ക് ഫിറ്റ്നസ് ഇല്ല എന്ന് പറയണ ഇവൻ മാത്രമായിരിക്കും. അല്ല, അവന്റെ അതായിട്ടുള്ള പ്രായത്തിന്റെ ഇനി പ്രശ്നങ്ങളൊക്കെ വരും, അതും പറയാൻ പറ്റില്ല. പിന്നെ RCB ഇപ്സാലും കപ്പ് നമ്മുടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണേണ്. കോഹ്ലി ചെന്നൈയുടെ കളി ജയിച്ചതിന് അത് കഴിഞ്ഞ അതല്ല, അതൊക്കെ ഓരോ കളിക്കാൻ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ സെലിബ്രേറ്റ് ചെയ്യണ വേറെ, മെസ്സി സെലിബ്രേറ്റ് ചെയ്യണ വേറെ, കോഹ്ലി സെലിബ്രേറ്റ് ചെയ്യണ വേറെ, ധോണി സെലിബ്രേറ്റ് ചെയ്യണ വേറെ. കോഹ്ലി കുറച്ചും കൂടി ക്രിസ്ത്യാനോനെ പോലെ അഗ്രസീവ് ആണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും നമുക്ക് കോഹ്ലിനെ കുറ്റം പറയാൻ പറ്റില്ല. അതെ, അതൊക്കെ ഓരോ കളിക്കാരുടെ ഇമോഷൻസ് അല്ലേ. ചിലവര് പുറത്ത് കാണിക്കാൻ, ചിലവര് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നിൽക്കും. ഇന്ത്യൻ പ്ലെയർ ഡേവിഡ് വാർണറിനെ കിട്ടിയിട്ടുണ്ട്, ക്രിസ് ഗെയിലിനും കിട്ടിയിട്ടുണ്ട്. പറയുമ്പോ എല്ലാം പറയണം കേട്ടാ. പിന്നെ പറയാനുള്ളത് ഇപ്പോ സുനിൽ നരേന് MVP കിട്ടി. പക്ഷെ ഡിസേർവിംഗ് ആണോ അതോ അതിലും വലിയൊരു പ്ലെയർ ഉണ്ടായി? അതിലും വലിയ പ്ലെയർ ഉണ്ടായില്ല. നിനക്കും തോന്നുന്നു 100% ഡിസേർവിംഗ് ആണ്. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നോ? ഓക്കെ, നിനക്കാരോ തോന്നണം സുനിൽ നരേനെ? വേറെ ആരുമില്ല. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഹി വാസ് സോളിഡ്. പക്ഷേ എന്താ പറയുക, ഒരു ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ ചിലവർ പറയുന്നുണ്ട് ജസ്മിത് ബുംറ ദ ബെസ്റ്റ് ബോളർ ഇൻ ദ ടീം, ദ ബെസ്റ്റ് ബോളർ ഇൻ ദ വേൾഡ്, ദ ബെസ്റ്റ് ഇൻ എച്ച് ആൻഡ് എവറിത്തിങ്. എവിടെ പോയി? ജസ്പ്രീത് ബുംറ ആണ്. എന്താണ് ജസ്പ്രീത് ബുംറ ബെസ്റ്റ് ബോളർ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മിസ്റ്റർ സ്റ്റാർക്കിന്റെ ആ ഒരു ബോൾ കണ്ട, അഭിഷേക് ശർമ്മയുടെ കുറ്റി എറിച്ചു പോയത്. എന്തെങ്കിലും പറയാനുണ്ട്? ബോൾ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയാം. അതിനു മുമ്പ് ട്രാവൽസ് ഹെഡിന്റെ കുറ്റി എടുത്തത് കണ്ടോ? ഇല്ല, അത് പിന്നെ എന്തോ ഈ ബോൾ വെച്ച് കല്ലക്കൻ ബോളാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത. സ്റ്റാർക്കിന് 24 കോടി എടുത്ത് മേടിച്ചതിന് 5-6 കളി ചെണ്ട പോലെ ഉണ്ടല്ലോ. എല്ലാരും പറഞ്ഞു സ്റ്റാർക്കിന് ഇപ്പൊ നിങ്ങൾ പുച്ഛിക്കാൻ നിൽക്കണ്ട, നോക്കൌട്ട് പ്രഷർ സ്റ്റേജ് ബിഗ് മാച്ച് വരുമ്പോ സ്റ്റാർക്ക് കാണിച്ചത് മിച്ചൽ സ്റ്റാർക്ക് ആരാണെന്ന്, മിച്ചൽ സ്റ്റാർക്ക് ആരാണെന്ന് കാണിച്ചത് നന്ന് സെമിയിലും ഫൈനലിലും. അതെ, കൊൽക്കത്ത മുടക്കിയ കാശിന് കിട്ടി.
അത്രേ ഉള്ളൂ. കൊൽക്കത്ത അത്രേ ഉള്ളൂ. കൊൽക്കത്ത അല്ല, ഇപ്പൊ സൺറൈസേഴ്സിന്റെ കേസ് എടുത്താലും കമൻസിന് വേണ്ടി അവർ എന്തിനാണ് മുടക്കിയ? കമൻസിന്റെ ജോലി പക്കയിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി ക്യാപ്റ്റൻ ഓഫ് ദ ടൂർണമെന്റ് കമൻസ് ആണ്, അതിനൊരു സംശയമില്ല. പക്ഷെ എനിക്ക് ശ്രേയസ് അയ്യറിന് നമ്മള് ക്രെഡിറ്റ് കൊടുക്കണില്ല. പറഞ്ഞ പോലെ ഇല്ലേ, ഭയങ്കരമായിട്ട് ഫീൽഡിംഗ് ചേഞ്ചസും ബോളിംഗ് ചേഞ്ചസും ഭയങ്കര ടാക്ടിക്കലായിട്ട് ചെയ്ത് കളിക്കാണ്. ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാനൊരു ആവറേജ് ടീമാണ് ആവറേജ് ടീമായിട്ട് വിചാരിച്ചത്. പക്ഷെ എങ്കിൽ ഗൗതം ഗംഭീർ, ഈ സുനിൽ നാരായണനെ പൊക്കിയിട്ടതും ഗൗതം ഗംഭീർ. സുനിൽ നാരായണൻ ഇവന്റെ ഒരു കണക്ഷനാണ് ശരിക്കും വന്നു കഴിഞ്ഞാൽ നരേന്റെ ഗെയിമിനെ മാറ്റി കളഞ്ഞത്. അതിൽ വേറെ ഒന്നുമില്ല. ഗംഭീറും അയ്യറും അവര് രണ്ടുപേരും നല്ല ക്രെഡിറ്റ് അർഹിക്കുന്ന ആൾക്കാരാണ്. അല്ല, അവര് മാത്രമല്ല കേട്ടോ, സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറെ ഇന്ത്യൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒക്കെ ഉണ്ട് അവരുടെ ടീമിൽ. നമുക്ക് വേറൊരു ഫാക്ട് അറിയോ? ഈ ഫൈനൽ കളിച്ച രണ്ട് ടീമില്ലേ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സും, ഈ രണ്ട് ടീമിലുള്ള ഒരു ഇന്ത്യ കളിക്കാരും പോലും വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. ഞാൻ എവിടെയോ സ്ക്വാഡിലില്ല. ഈ ഫൈനൽ നടക്കുന്ന സമയത്തുണ്ടല്ലോ, വേൾഡ് കപ്പ് സ്ക്വാഡുള്ള ടീം അമേരിക്കയിലെത്തി. അതെ, ട്വിറ്ററിൽ കണ്ടായിരുന്നു. പക്ഷേ 2020 വേൾഡ് കപ്പ് എനിക്ക് വേറൊന്നും പറയാനില്ല. എങ്ങനെയാണോ ഈ പറഞ്ഞ പോലെ ICC കപ്പ് ഓസ്ട്രേലിയ പൊക്കിയത്, അതേപോലെ തന്നെ അതൊക്കെ പൊക്കിയത് കമ്മിൻസ് ആണെങ്കിൽ ഇത് മിച്ചൽ മാർഷ് പൊക്കും. ഓസീസ് ഫോർ എവർ. ഈ പറഞ്ഞ മാക്സ്വെൽ എല്ലാവരും ടൂക്കണുണ്ട്, മൊട്ടയിൽ പോയി ടക്കി പോയി 5 ആവറേജ് 4 ആവറേജ് എന്ന്. 2020 വേൾഡ് കപ്പ് തന്നെയല്ലേ കണ്ടോ എന്നതാ കാണിക്കാൻ. മഞ്ഞക്കുപ്പായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടാത്ത കളിക്കാരാണ്. അത് വേറെ കഥയുണ്ട്. അത് ഈ പറഞ്ഞ മിസ്റ്റേക്സ് ആക്കി ഇപ്പറിനെ ഏറായിരിക്കും അപ്ലോഡ് ചെയ്യണത്. അതെ, ഇതിനേലും ഒരു ലെവല് കൂട്ടി. അതെല്ലാവർക്കും അറിയാം. പിച്ചും വേറെ ഇന്ത്യൻ പിച്ച് പോലെയല്ല, ബൗൺസും കൂടുതൽ അവിടത്തെ. എവിടെയാണ്? കരീബിയനും കണ്ടറിയാം. നോക്കാം. അതൊക്കെ 2020 ആണ്. ഏത് ടീമാണ് ആ ദിവസം നല്ലത്, അവര് കപ്പടിക്കും, അങ്ങനെ അവര് ജയിക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത IPL മെഗാ ഓപ്ഷൻ ആണല്ലോ. മെഗാ ഓപ്ഷൻ എല്ലാരും പൊളിക്കും. അപ്പൊ ഇച്ചിരി കൂടി കോമ്പറ്റേറ്റീവ് ആണ് ടീമൊക്കെ ഒന്ന്, എല്ലാവരും കുറെ പേർ മാറും. അത് ഈ പറഞ്ഞ December ആണ്, നമുക്ക് അതപ്പം സംസാരിക്കാം. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ അധികം സംസാരിച്ച് വലിച്ചു നീട്ടുണ്ടല്ലോ. വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് പറഞ്ഞു. അടുത്ത ആഴ്ച പറഞ്ഞു.